ഹായ് ഹലോ, ഇന്ന് കുറച്ച് ഉണക്കക്കിഴങ്ങ് കിട്ടി കേട്ടോ. ഇത് എവിടെ നിന്നാണെന്നറിയാമോ? ദേവൂസിൻ്റെ ടീച്ചറമ്മേരെ വീട്ടിൽ കേട്ടോ. അപ്പോൾ കുറേ ഉണക്കക്കിഴങ്ങ് ഇങ്ങനെ കിട്ടി. അപ്പോൾ എനിക്കൊരാഗ്രഹം പുട്ട് ഉണ്ടാക്കാമെന്ന്, കിഴങ്ങ് വെച്ച്. അങ്ങനെ ഞാൻ പൊടിച്ച് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിച്ച് എടുക്കണം കേട്ടോ. നമ്മൾ പൊടിച്ചിട്ട് അരിച്ചെടുക്കണം. നല്ല തരി പോലെ ഇരിക്കും. അപ്പോൾ പണ്ടൊക്കെ ഈ പുട്ട് നമ്മൾ ഒരുപാട് തിന്നിട്ടുണ്ട്. പക്ഷേ ഈ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല കേട്ടോ ഈ മരക്കിഴങ്ങ് പുട്ടിൻ്റെ മഹാത്മ്യം. അപ്പോൾ അതൊന്ന് എൻ്റെ മക്കൾക്ക് വച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കൂട്ടത്തിൽ എനിക്കും കൂടെ പുട്ടടിക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അരിച്ചെടുത്ത് പുട്ടുകൂടമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ പുട്ടുകുറ്റിയിലെ പുട്ട് നിറച്ച് ഇനി ആവി വരുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ആവി വരുന്നിടം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ശരി, അപ്പം നിങ്ങൾക്കും കഴിക്കണ്ടേ? വാ നമുക്ക് പോകാം. അങ്ങനെ എന്തായാലും ഒരു കുറ്റിപ്പുട്ട് ഇതാ റെഡി ആയിരിക്കുന്നു. നല്ല ചൂട് പറക്കുന്ന നമ്മുടെ നല്ല ഉണക്കക്കിഴങ്ങ് പുട്ട് ഇതാ റെഡി ആയിരിക്കുന്നു. നല്ല കട്ടൻ കാപ്പിയും ഈ പുട്ടും കൂടി അങ്ങോട്ട് കൂട്ടി അടിച്ചാലുണ്ടല്ലോ. ഇതിനകത്ത് ബീഫും കൂടെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോന് ഞാനത് ആദ്യമായിട്ട് അവന് തന്നെ കൊടുത്തു. അപ്പോൾ അവൻ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കാരണം ഈ പുട്ടൊന്നും ഈ ജനറേഷനിലെ പിള്ളേർ കഴിച്ചിട്ടില്ല, കഴിക്കാൻ സാധ്യതയില്ല. മാഗി, ലേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കാനാണല്ലോ താല്പര്യം. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ശരി സന്തോഷം.